ലുലുവിൽ നിന്ന് ഇളനീർ പായസം കുടിച്ചതിന് ശേഷം വീട്ടിലുണ്ടാക്കണം ഒരേ പൂതി. പിന്നെ ഒന്നും നോക്കിയില്ല, പാലിൽ ഇച്ചിരി ഇലക്കായിട്ട് പഞ്ചസാര ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കാം. അതവിടെ തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് പൊട്ടി, ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ പൾപ്പ് എടുക്കാം. അവിടെ നിൽക്കിട്ടോ, ഞാൻ പൊട്ടിച്ചിട്ട് വരെ. എന്ത് വിധീത്, വല്ലാത്ത ചതീത്. ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയോ? എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് തന്നെ ട്രൂ ഫ്രൂട്ടിന്റെ ഫ്രഷ്ലി ഫ്രോസൺ ഫ്രൂട്ട് ബ്ലെൻഡ്സ്. ഈ നാച്ചുറൽ പൾപ്പും കൊണ്ട് ഫ്രൂട്ട് ജ്യൂസും പുഡിങ്ങും ഷെയ്ക്കും മാത്രമല്ല പായസം ഉണ്ടാക്കാം നമുക്ക്. പാല് വറ്റിയത് ഈ ഒരു കളർ ആവുമ്പോൾ ട്രൂ ഫ്രൂട്ടിന്റെ ടെൻഡർ കോക്കനട്ട് പൾപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഒന്നങ്ങ് തിളപ്പിക്കാം. കുറച്ച് ബദാമ കൃഷി ചെയ്തും കൂടി ആഡ് ചെയ്യാം. ഒന്ന് തണുപ്പിക്കും കൂടി ചെയ്താൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്. അതുപോലെ അടപ്രഥമനും പാലടപ്രഥമനും സേമിയ പായസം ഒക്കെ ഉണ്ടാക്കുമ്പോഴേ ട്രൂ ഫ്രൂട്ടിന്റെ പൾപ്പും കൂടി ചേർത്ത് ഒരു ട്വിസ്റ്റ് കൊടുക്കാനും പറ്റും. ഈ ഓണത്തിന് ഇളനീർ പായസം കുടിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ടെൻഷൻ ആവണ്ട, ട്രൂ ഫ്രൂട്ട് ഉണ്ട്.